Sustainable transportation. Sustainable transportation is human transportation that does not rely on fossil fuels or other finite resources, does not harm the environment, and still allows mankind to travel the world as quickly and safely as they do today. ഓക്കെ, അപ്പം സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അല്ലെ? ആ ഒരു വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും എന്താ കാര്യം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഹാംഫുൾ അല്ലാത്ത രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, ഒരു ഗതാഗത സൗകര്യത്തിനെയാണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയോ നമ്മുടെ സൊസൈറ്റിനെയോ നമ്മുടെ എൻവയോൺമെന്റിനോ യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫോളോ ചെയ്യാം. അതാണ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വൈ ഈസ് ദിസ് ഇഷ്യൂ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ വലിയൊരു ഇഷ്യൂ ആയത്? അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ എന്തുകൊണ്ട് ഫോളോ ചെയ്യണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് റെഗുലർ ട്രാൻസ്പോർട്ടേഷൻ കോസസ് എയർ പൊല്യൂഷൻ അല്ലെ. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളിപ്പം നിലവിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഫ്യൂവൽ ബേൺ ചെയ്തിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള ഈ ട്രാൻസ്പോർട്ടേഷൻ എന്തിന് കാരണമാകും? അതിൽ നിന്നുള്ള സ്മോക്സ് ഒക്കെ നമുക്ക് എന്തിന് കാരണമാകും? എയർ പൊല്യൂഷന് കാരണമാകും. Then there are limited fossil fuels. പിന്നെ നമുക്കറിയാം ഇതൊക്കെ ഇതിനൊക്കെ ഫ്യൂവൽസ് വേണം അല്ലെ. ഇപ്പൊ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് നോൺ റിന്യൂവബിൾ സോഴ്സസ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഫ്യൂവൽസ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്യൂവൽസ് ഒക്കെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലെ. ഇതൊക്കെ പിന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാമെങ്കിൽ റിന്യൂ ചെയ്യാനായിട്ട് കുറെ താമസം എടുക്കും, കാലതാമസം എടുക്കുന്നതാണ് അല്ലെ. അപ്പൊ നോൺ റിന്യൂവബിൾ ആണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് എമൗണ്ട്സിൽ മാത്രമേ നമുക്കിത് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ നിലവിൽ ഫോളോ ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ രീതി എന്ന് പറയുന്നത് നമുക്ക് മാറ്റി ചിന്തിക്കേണ്ട ഒരു കാലയളവായി ഒരു സ്റ്റേജ് ആണ് ഇപ്പോൾ ഉള്ളത്. ദെൻ വേസ്റ്റഡ് റിസോഴ്സസ് ഓൺ എ മൈക്രോ സ്കെയിൽ. പിന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള റിസോഴ്സസ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമ്മളൊരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യണം എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത് എയർ പൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. Pollutant in oil driven vehicles is CO2 or carbon dioxide അല്ലെ. കാർബൺ ഡയോക്സൈഡ് ആണ് ഈ ഓയിൽ ഡ്രിവൺ വെഹിക്കിൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് കൂടുതലും എന്തിനൊക്കെ കാരണക്കാരാകുന്നുള്ളത് അല്ലെ, എന്തൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള പല സിറ്റുവേഷൻസ് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ ക്രിയേറ്റ് ചെയ്യും, പലതരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുള്ളതൊക്കെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എത്രത്തോളം മാരകമായ ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ എൻവയോൺമെന്റിൽ തകർക്കാൻ പറ്റുന്ന, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു ഘടകമാണ് CO2 എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ എൻവയോൺമെന്റിൽ കൂടാനുള്ള ഒരു ചാൻസ് അത് ആര് സൃഷ്ടിക്കുന്നുണ്ട്? ഈ ട്രാൻസ്പോർട്ടേഷൻ വഴി നമ്മൾ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന ഈ ഓയിൽ ഡ്രിവൺ വെഹിക്കിൾസ് കൂടുതലും ഇത്തരത്തിലുള്ള CO2 കൂടുതലായിട്ടും എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിറ്റ്വീൻ 3,50,000 and 5 lakh Chinese die prematurely each year because of the country's disastrous air pollution. അപ്പൊ എയർ പൊല്യൂഷൻ കൊണ്ട് തന്നെ ചൈനീസിലൊക്കെ 3,50,000 to 5 lakh ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചു പോകുന്നുണ്ട് എന്നാ പറയുന്നത് ഈ എയർ പൊല്യൂഷൻ കാരണമായിട്ട് തന്നെ കേട്ടോ. Then air pollution and transportation. This pollution comes partially from a vehicle's exhaust which outputs large amount of CO2. നമ്മൾ പറഞ്ഞത് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. പിന്നെ നമ്മൾ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ അല്ലെ മെയിൻ ആയിട്ടുള്ള വേറെ റീസൺ എന്ന് പറയുന്നത് എന്താ? ലിമിറ്റഡ് ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഫോസിൽ ഫ്യൂവൽസ് ഈസ് എ ബ്രോഡ് ടേം ദാറ്റ് റെഫേഴ്സ് ടു combustible deposits of organic materials found on earth അല്ലെ. നമ്മൾ ഫോസിൽ ഫ്യൂവൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. These fuels are formed by decayed plants and animals that naturally convert into crude oil, coal and natural gas over hundreds of million of years അല്ലെ. കുറെ hundreds of million of years കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു ഫോസിൽ ഫ്യൂവല് കൺവേർട്ട് ചെയ്തിട്ട് അല്ലെ, ഒരു നമ്മളെ ഡെഡ് പ്ലാന്റ്സും ഡെഡ് ആനിമൽസ് ഒക്കെ ക്രൂഡ് ഓയിൽ ആയിട്ടും കോളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കുറെ കാലവർഷങ്ങൾ എടുക്കും അല്ലെ, കുറെ വർഷങ്ങൾ എടുക്കുന്നുണ്ട്. ദിസ് എക്സ്ട്രീം ക്രിയേഷൻ ഡ്യൂറേഷൻ മേക്സ് ദ കറന്റ് സപ്ലൈ ഫൈനൈറ്റ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലതാമസം എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഈ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമാണ് ഉള്ളത് അല്ലെ. ഇനി നമുക്കത് ജനറേറ്റ് ചെയ്ത് വരണമെങ്കിൽ കുറെ കാലതാമസം എടുക്കും.
Eventually, we will either run out of fossil fuel or go extinct as a species. We must find renewable energy sources before it gets to the end. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന് ഒരു ബദലായിട്ടുള്ള ഒരു റിന്യൂവബിൾ എനർജി സോഴ്സസ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ നമുക്ക് ഇതുപോലുള്ള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുപോകാൻ, നമുക്ക് എങ്ങനെ വാഹനങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമുക്കത് മുൻപോട്ട് കൊണ്ടുപോകാന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് വേസ്റ്റഡ് റിസോഴ്സസ് ഇൻ യുവർ ലൈഫ്. നമ്മൾ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ദ ആവറേജ് അമേരിക്കൻ കമ്മ്യൂട്ടർ സ്പെൻഡ്സ് അറൌണ്ട് 38 hours in traffic per calendar year. Okay, vehicle continue to idle in traffic, outputting CO2 and consuming fuel that is സിംപ്ലി വേസ്റ്റ്ഫുൾ അല്ലെ. കൂടുതലായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ട്രാഫിക്കിൽ തന്നെ നമ്മൾ അമേരിക്കൻ അവരുടെ ഇതാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ തന്നെ നമ്മുടെ ഇപ്പം നാടും ഏകദേശം ആ ഒരു രീതിയിലേക്കാണ് അല്ലെ. കൂടുതലായിട്ടുള്ള ട്രാഫിക്സ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാഫിക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഫ്യൂവൽസ് വെറുതെ ബേൺ ചെയ്തുകൊണ്ട് പോവാണ് അല്ലെ, വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റിസോഴ്സസ് ഇതുപോലെ വേസ്റ്റ് ആകാനുള്ള കുറെ ചാൻസസ് ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. നമ്മുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ അതിനുള്ള റൂട്ട്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള ഒരു സൗകര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അല്ലെ. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ല ഇപ്പൊ നിലവിൽ നമുക്കുള്ളത് അല്ലെ. വളരെ എവിടെ ചെന്നാലും ഗതാഗത കുരുക്കുകളാണ്. ഈ ഗതാഗത കുരുക്കുകൾ എങ്ങനെയാ നമുക്കൊരു ഇതായി വരുന്നത്? എങ്ങനെയാ? അതൊരു റിസോഴ്സസിന്റെ വേസ്റ്റ് ആണ് അല്ലെ. കൂടുതലായിട്ട് നമ്മൾ ആ ട്രാഫിക് ടൈമിൽ നിൽക്കുമ്പോൾ ആരും വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നില്ല അല്ലെ. അവിടെ ഇങ്ങനെ സ്ലോ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള അല്ലെ CO2 എമിഷൻസ് ഉണ്ടാകും അവിടെ തന്നെ. പിന്നെ ഫ്യൂവൽ വെറുതെ ബേൺ ചെയ്ത് കളയുന്നുണ്ടാകും അല്ലെ. അതൊക്കെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ചിട്ട് നമ്മൾ എന്തിലേക്ക് മാറണം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ രാജ്യത്തും നമ്മുടെ വേൾഡിന് മുഴുവനായിട്ടും വരണം എന്ന് പറയുന്നത്. Then potential solutions. Many solutions are being implemented today across the globe in order to overcome these challenges. അല്ലെ, ഇപ്പൊ പല രീതിയിലും ഇതൊക്കെ ഇത്തരം ചലഞ്ചസ് അല്ലെ, ഇതുപോലുള്ള ട്രാഫിക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പല രീതിയിലുള്ള മെത്തേഡ്സും ഒക്കെ നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. പല രീതിയിലുള്ള ടെക്നോളജീസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. While these solutions are a slow start, they are a step in the right direction to achieve full sustainability in our transportation system അല്ലെ. ഒരു സ്ലോ പ്രോസസ്. അപ്പൊ നമ്മൾ ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കാറുണ്ട് അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ ഇതുപോലെയുള്ള ട്രാഫിക് കുറക്കാൻ വേണ്ടി നമ്മൾ ഓവർ ബ്രിഡ്ജ് ചെയ്യാറുണ്ട്. പിന്നെ മെട്രോ, അതൊക്കെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പൊ അതൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂൽ ബേൺസ് ഒക്കെ കൂടുതലായിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. എയർ പൊല്യൂഷൻ സൊല്യൂഷൻസ്. എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ലോവറിംഗ് ഓർ എലിമിനേറ്റിംഗ് ദ യൂസ് ഓഫ് ഓയിൽ. ഓയിൽ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓയിലിന്റെ ഉപയോഗം കുറയ്ക്കുക അല്ലെ. ഓയിൽ മീൻസ് പെട്രോളിയം, ഡീസലൊക്കെ പോലെയുള്ള അതുപോലെയുള്ള ഫ്യൂവൽസ് ഒക്കെ നമ്മൾ അതിൻ്റെയൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കുറയ്ക്കുക. ദെൻ ഫുള്ളി ഇലക്ട്രിക് വെഹിക്കിൾസ് ആക്കുക അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് വരുന്ന CO2 നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഹൈബ്രിഡ് വെഹിക്കിൾസ്. ഇതൊക്കെയാണ് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള, അതായത് വെഹിക്കിൾസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്. ദെൻ എയർ പൊല്യൂഷൻ സൊല്യൂഷൻസ്. ക്ലീനർ എനർജി പ്രൊഡക്ഷൻ വിൽ ഡിക്രീസ് എയർ പൊല്യൂഷൻ ഡ്രാമാറ്റിക്കലി. ദെൻ ക്ലീനർ എനർജി ആൾട്ടർനേറ്റീവ്സ് ടു ഓയിൽ ഇൻക്ലൂഡ്സ് ഹൈഡ്രോ ഇലക്ട്രിക്, സോളാർ ആൻഡ് ന്യൂക്ലിയർ. എന്ത് വെച്ചിട്ട് ചെയ്യാം? ഇതുപോലുള്ള ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? സോളാർ എനർജി യൂസ് ചെയ്തിട്ടുള്ള അല്ലെ. ഇപ്പം ഓരോന്നൊക്കെ നമുക്ക് ഒറ്റപ്പെട്ട ഓരോ അതുപോലെയുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. നമ്മൾ അതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഇപ്പൊ നടത്തിയിട്ടുണ്ട്. അതുപോലെയുള്ള വാഹനങ്ങളൊക്കെ ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ അതുപോലുള്ള സോളാർ എനർജി യൂസ് ചെയ്യുന്ന വാഹനങ്ങള്, ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്യുന്ന, ഹൈഡ്രോ ഇലക്ട്രിക് പവർ യൂസ് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം? യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. Then personal cost. If cost of electricity is 12 cents per kilowatt hour, an electric car costs about $540 per year to power. Compare that to around $2,900 per year in gasoline that the average US household spends. ഒരു യുഎസിലെ ഒരു കണക്കെടുപ്പാണ് പറയുന്നത്. If more focus is applied to clean energy harvesting, electricity prices could go down with an influx of supply. ഇപ്പം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ തന്നെ, നമ്മുടെ കാറ് അല്ലെങ്കിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കുറെ
കോസ്റ്റ് ആകും അല്ലെ. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് അതിനൊരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം എന്നാ പറയുന്നത്. ബസ് പാസസ് ആൻഡ് ട്രെയിൻ ഫെയർ ക്യാൻ ബി ഈവൻ ചീപ്പർ ദാൻ പേഴ്സണൽ വെഹിക്കിൾസ്. അല്ലെങ്കിൽ പേഴ്സണൽ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നതിന് പകരം അല്ലെ, പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോരുത്തരും വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യാം. ഇപ്പൊ മെട്രോ അതൊക്കെ പബ്ലിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പ്രൈവറ്റ് ആയിട്ട് കാർ എടുത്ത് പോവുക അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് പോവുക, അതിന് പകരം ഒരു പബ്ലിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ട്രാഫിക് ഉണ്ടാവില്ല, ഫ്യൂവൽ ബേൺസ് ഉണ്ടാവില്ല, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് നമുക്ക് ഉണ്ടാവില്ല എന്നല്ല, നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഓരോരുത്തരും അവരുടെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന CO2ന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. അപ്പം ഇത് പിന്നെ പബ്ലിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആകുമ്പോൾ ഒരുമിച്ചാണ് പോകുന്നത് അല്ലെ, ഒറ്റ ഒരു ഇതിലാണ്. അപ്പൊ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കൺട്രോളബിൾ ആണെന്ന് പറയാം. Then these proposed solutions are for the American public and would work practically on a global scale. The most efficient transportation system are not individual vehicles, it mass transportation. അപ്പോൾ ഇതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് മാസ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. This includes bus systems, high speed trains, light rails, trolleys etc. അല്ലെ, നമ്മളിപ്പം മാസ് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതാണ് ബസ് സിസ്റ്റം. ബസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബസ്, ഇപ്പൊ ഡബിൾ ട്രാക്ക് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. ദെൻ ഹൈ സ്പീഡ് ട്രെയിൻ ഉണ്ട്, മെട്രോ ഒക്കെ പോലെ. പിന്നെ ലൈറ്റ് റെയിൽസ് ഉണ്ട്, ട്രോളീസ്, അതൊക്കെ മാസ് ട്രാൻസ്പോർട്ടേഷൻസ് എക്സാമ്പിൾസ് പറയുന്നതാണ് കേട്ടോ. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എക്സാമ്പിൾസ്. Then mass transportation system allow many people to utilize the system simultaneously while using much less energy and emitting far less per person. ഓക്കെ, ഓരോരുത്തരും ഓരോ പേഴ്സൺ ആയിട്ട് പിന്നെ ഇതുപോലുള്ള എനർജി വേസ്റ്റ് ഉണ്ടാകുന്നതിന് പകരം അല്ലെ, മൊത്തത്തിലൊരു കണക്ക് മാത്രമാണ് ഉണ്ടാവുന്നത് അല്ലെ. ഓരോരുത്തരും വേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അതാണ് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറുന്നത്. These systems are perfect for compressed areas such as cities but not yet viable for all areas അല്ലെ. ഇതുപോലുള്ളത് സിറ്റീസിലൊക്കെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയും, ഒരു മെത്തേഡാന്ന് പറയാം ഇതുപോലുള്ള പബ്ലിക് അല്ലെങ്കിൽ മാസ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. Then sustainable transportation is a global movement. Many cities around the world have taken on the role of sustainable transportation and have been awarded to their innovative projects. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മുടെ പല രാജ്യങ്ങളിലും പല സിറ്റീസും എന്തുണ്ട്, ഇതുപോലെയുള്ള സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് അവലംബിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സിറ്റീസിനെ നമുക്ക് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ പല അവാർഡ്സും ഉണ്ട്. ദ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് അവാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2005 and recognized profound leadership, vision and achievement in sustainable transportation and urban livability. Let's take a look at some of the improvements others have made around the world. കുറച്ച് ഏരിയ അല്ലെങ്കിൽ കുറച്ച് സിറ്റീസ്, നമ്മുടെ ഈ വേൾഡിൽ കുറച്ച് സിറ്റീസ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ഫോളോ ചെയ്യുന്ന കുറച്ച് സിറ്റീസ് നമുക്ക് പരിചയപ്പെടാം. 2015 സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ വിന്നേഴ്സ് 3 വേട്ടായി. ഇപ്പൊ 3 2015 സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ വിന്നേഴ്സ് എന്ന് പറയുന്നത് 3 സിറ്റീസ് ആയിരുന്നു. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് ബെലോ ഹൊറിസോണ്ടോ, സാኦ പോളോ ആൻഡ് റിയോ ഡി ജനീറോ ബ്രസീലിലെ. ഈ 3 സിറ്റീസിനാണ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ അവാർഡ് 2015 വിൻ ചെയ്തത്. ബെലോ ഹൊറിസോണ്ടോ അതൊക്കെ ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു അവയർനെസ്സിന് പറയുന്ന കേട്ടോ. Okay. Belo Horizonte implemented a new urban mobility plan and bus rapid transit. അതാണ് BRT എന്ന് പറയുന്ന സിസ്റ്റം in 2014. Okay. Today it carries 480,000 passengers daily in 2 corridors. The system has reduced average ട്രാവൽ ടൈം ബൈ 40% ഉണ്ട്. അപ്പോൾ ആവറേജ് ട്രാവൽ ടൈം പോലും ഈ ഒരു മെത്തേഡ് വഴി BRT വഴി നമുക്ക് 40% അവർക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞത്. ഓക്കെ, റിയോ ഡി ജനീറോ ഹാസ് മെയ്ഡ് ഗ്രേറ്റ് strides reducing traffic congestion, improving road safety and implementing high quality public transit. It has a network of BRT corridors benefiting 4 lakh people every day across 59 millions of dedicated routes. Okay, then Sao Paulo was selected for its progress in implementing dedicated bus lanes by building cycling culture and expanding public spaces.
അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് ഈ ഒരു അവാർഡ് ആ 2015 വിൻ ചെയ്യാനായിട്ട് സാധിച്ചത്. അവരുടെ ഒരു പബ്ലിക് റൂൾസ് അല്ലെങ്കിൽ അവരുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തന്നെ വളരെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള രീതിയിൽ ഇത്രയും അതായത് ട്രാവലിംഗ് ടൈം കുറച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റി. അതിനുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നോളജി അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ. Then Buenos Aires, Argentina. In 2013, the city launched 2 new corridors of their BRT system on the street, namely 9D Julio. അതിന്റെ പേരാണ് BRT സിസ്റ്റത്തിന്റെ അവിടെ അർജന്റീനയിലുള്ള അത് ബ്യൂണോസ് എയർസ് എന്ന് പറയുന്ന സിറ്റിയിലുള്ള BRT സിസ്റ്റത്തിന് അവർ പേര് കൊടുത്തതാണ് 9D Julio. In addition, the city has transformed dozens of blocks in city center into a pedestrian-friendly environment. In addition, the city has transformed dozens of blocks in city center into pedestrian പറഞ്ഞാൽ കാൽനട യാത്ര, pedestrian friendly environment. അതായത് കാൽനട യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വവും അവർക്ക് കൂടുതൽ ഫ്രീ ആയിട്ടും അവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ്, ഒരു ടെക്നോളജിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. എൻകറേജിങ് വാക്കിംഗ് ആൻഡ് സൈക്ലിംഗ് ആൻഡ് പ്ലാൻസ് ടു കണ്ടിന്യൂ ദിസ് പ്രോസസ് ഇൻ ദി നെക്സ്റ്റ് ഇയേഴ്സ്. അപ്പൊ അവർ വീണ്ടും അതെന്ത് ചെയ്യാൻ പ്രോഗ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. Mexico City has expanded its BRT system, piloted a comprehensive on-street parking reform program, and expanded its successful public bike system. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയാ പാർക്കിംഗ് ഏരിയ ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ അങ്ങനെ കുറച്ച് സിറ്റീസിന്റെ ആണ് എക്സാമ്പിൾസ് പറഞ്ഞിട്ടാണല്ലോ. അതായത് അങ്ങനത്തെ ഒരു അവാർഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ അവാർഡ് വിൻ ചെയ്ത കുറച്ച് സിറ്റീസിനെ നിങ്ങൾക്ക് ഒന്ന് ഫെമിലറൈസ് ചെയ്ത് തരിക എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദെൻ വാട്ട് ക്യാൻ യു ഡു ടുഡേ കൺസിഡറിങ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ നാട്ടിലും നമുക്ക് അത്രയും എയർ പൊല്യൂഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റിന്റെ ഏത് കാര്യത്തിനായാലും അവരുടെ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നോക്കുന്നത്, അല്ലെ? നമ്മളൊരു പബ്ലിക് ഫിഗർ മീൻസ് നമുക്കൊരു പബ്ലിക് പ്രതിനിധിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെ? ഇതുപോലുള്ള നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നമ്മുടെ എല്ലാ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിനൊക്കെ കുറച്ചുകൊണ്ട് എന്ന രീതിയിലുള്ള ടെക്നോളജീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു പബ്ലിക് പേഴ്സണെ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലെ? കൺസിഡർ വോട്ടിംഗ് ഫോർ കാൻഡിഡേറ്റ്സ്, ഇമ്പോർട്ടന്റ് അല്ലേ? കാൻഡിഡേറ്റ്സ് വില്ലിംഗ് ടു മേക്ക് ഗവൺമെന്റൽ മാൻഡേറ്റ്സ് ടു ഇംപ്രൂവ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻസ് സച്ച് ആസ് ഗ്രീൻ ബസ് സിസ്റ്റം ഓർ ഇലക്ട്രിക് ട്രെയിൻസ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പബ്ലിക് ഫിഗർ ആക്കിയിട്ട് മാറ്റണം, അല്ലെങ്കിൽ പബ്ലിക് പേഴ്സൺ എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ആക്കിയിട്ട് അതുപോലുള്ള ആളുകളെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ കൺസിഡർ യൂട്ടിലൈസിംഗ് മാസ് ട്രാൻസ്പോർട്ടേഷൻ മോർ ഓഫൺ ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ യുവർ പേഴ്സണൽ വെഹിക്കിളിന് പകരം നമ്മൾ മാസ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യാം. ദെൻ വെൻ യു ഡു ഡ്രൈവ് യു ഷുഡ് ഓൾസോ കൺസിഡർ ചേഞ്ചിങ് യുവർ ഡ്രൈവിംഗ് സ്റ്റൈൽ. വൈ ഈസ് ദിസ് ഇമ്പോർട്ടൻറ്റ്? അല്ലെ, നമുക്ക് അല്ലെ നമ്മൾ ഡ്രൈവ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ആ ഡ്രൈവിൽ കുറച്ച് നമ്മൾ ഫ്യൂവൽ സേവ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവ് ഒക്കെ ഉണ്ട്, അല്ലെ? നമ്മൾ ഈ ഫസ്റ്റ് ഗിയർ തന്നെ പോവുകയാണെങ്കിൽ, അല്ലെ, എല്ലാവരും പറയുന്നത് കേൾക്കാമല്ലോ, ഫസ്റ്റ് ഗിയറിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കൂടുതലായിട്ടുള്ള ഫ്യൂവൽ ബേൺ ചെയ്തു പോകും, അല്ലെ? കൂടുതലായിട്ട് മൈലേജ് ഒന്നും കിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലേ, ടെക്നിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, ഫ്യൂവൽ സേവ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് കൂടാതെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെ, അതിൽ ടയേഴ്സ് ഒക്കെ ഇങ്ങനെ തേയ്മാനൊക്കെ സംഭവിക്കാൻ, ഫ്രിക്ഷന്റെ ഭാഗമായിട്ട് തേയ്മാനൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, പുക ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ കുറെ വെഹിക്കിൾസ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ ടയറൊക്കെ കത്തുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ എയർ പൊല്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലെ? ആ ടയറിനും ഈ റോഡിന്റെ ഇടയിൽ വരുന്ന ആ ഫ്രിക്ഷന് മൂലം നമുക്ക് എന്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്? എയറിലേക്ക് പൊല്യൂട്ടൻസ് എമിറ്റ് ചെയ്യാനും അതുവഴി എയർ പൊല്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ഒരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മെഷേഴ്സ് ആണ് പറയുന്നത്. വി നീഡ് ടു ഇംപ്രൂവ് ദ convenience of using an electric vehicle. We need to make mass transit more viable.
more viable in more parts of the country. Most importantly, we need to change how we perceive transportation and its effect on our earth as a society. നമ്മുടെ രീതിയിലുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. The ideal world, transportation that requires zero fossil fuels. Fossil fuelsന്റെ ഉപയോഗം തീരെ കുറച്ചുകൊണ്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ് ഒരു ഐഡിയൽ വേൾഡിന് വേണ്ടത്. Electric personal vehicles, electric mass transportation, and this electricity being harvested from clean sources. നമുക്ക് ഇലക്ട്രിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യാം, പക്ഷെ ഇലക്ട്രിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലീൻ സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിസിറ്റി ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെ? ഇലക്ട്രിക് ട്രാൻസ്പോർട്ടേഷൻസ്, ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ അതിനു വേണ്ടി ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു ക്ലീൻ സോഴ്സിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ആയിരിക്കണം. Then transportation that is safe, first and convenient for all citizens regardless of their destination. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ, സേഫ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതായിരിക്കണം അങ്ങനെയായിരിക്കും നമുക്കൊരു ഐഡിയൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗമായിട്ട് അല്ലെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, കുഴപ്പമൊന്നുമില്ലല്ലോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമാണ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്ട്സും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ വേണ്ടി പറ്റും, നമുക്ക് അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് മെത്തേഡ്സും കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലേടോ? ഇനി ഒരു 20 മിനിറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെ? 12:40 ആയി. 10 മിനിറ്റ്സ് ബാക്കിയുള്ളൂ, 15 മിനിറ്റ്സ് ബാക്കിയുണ്ട്. തുഷാര, ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലെ? 15 മിനിറ്റ്സ് ഉണ്ട്. അപ്പോഴത്തേക്ക് അത് പറ്റുമോ? അറിയില്ല, അല്ല 15 മിനിറ്റ്സ് മതിയാവോ എന്നൊരു ഡൗട്ട്. അതെ, ഓക്കെ. പക്ഷെ നമുക്ക് 15 മിനിറ്റ്സ് ഉണ്ടല്ലോ ബാക്കി. ഓക്കെ, എന്നാ തുടങ്ങാം അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും, അപ്പൊ നമ്മൾ ഈ ഒരു സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ ഇതോടുകൂടി കഴിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും റിവിഷന്റെ കാര്യം, നിങ്ങൾക്ക് റിവിഷൻ എന്തായാലും ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ടോപ്പിക് ഒന്നും കൂടെ റിവൈസ് ചെയ്യണം പെട്ടെന്ന് തന്നെ, അതായത് എക്സാമിന്, മോഡൽ എക്സാമിനൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം, ഒന്നും കൂടെ പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം. ഒന്നും കൂടെ ഞാൻ നാളെ അത് റിപ്പീറ്റ് ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിവൈസ് ചെയ്തു ഒന്നും കൂടെ നമ്മൾ റിവിഷൻ നടത്തും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യാം. ഇനി നാളെ മുതൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഓരോരുത്തർക്കും ഓരോ ടോപ്പിക്ക് തരിക. ഇപ്പൊ തുഷാരക്ക് കൊടുത്ത പോലെ തന്നെ ഞാൻ ഇഷ്ടമുള്ള ടോപ്പിക്സ്, നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഇഷ്ടമുള്ള ടോപ്പിക്സ് ഓരോരുത്തർക്കും ഓരോന്നായിട്ട് തരും. അവർ ഇതുപോലെ തന്നെ സ്ലൈഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട്, വലിയ കൂടുതലായിട്ട് വേണമെന്നില്ല, ജസ്റ്റ് പോയിന്റ്സ് മാത്രമുള്ള സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ഇതുപോലെ പ്രസന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കും അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുപോലുള്ള ഈ ഒരു ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ അത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു ഇതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇനി ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഓരോ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എടുത്ത ഭാഗങ്ങൾ തന്നെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമ്മൾ എടുത്ത ഭാഗങ്ങൾ തന്നെയാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ അതേ പോയിന്റ്സ്, ഞാൻ പറഞ്ഞ അതേ സ്ലൈഡ് അത് തന്നെ ചെയ്യരുത്. സ്വന്തമായിട്ട് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് പുതിയ എന്തെങ്കിലും ഡാറ്റാസ്, ഇപ്പൊ ഞാൻ പറയാത്ത എന്തെങ്കിലും ഡാറ്റാസ് നിങ്ങൾക്ക് പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട്, ഞാൻ പറഞ്ഞില്ല ഒരു ജനറൽ പേപ്പർ ആണെന്നുള്ളത്, അപ്പൊ നിങ്ങൾക്ക് അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം. അപ്പൊ ഇനി നാളത്തേക്ക് ഞാനൊരു ടോപ്പിക്ക് ഞാൻ നാളെ ഒരാൾക്കും കൂടി തരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഏതായാലും തുഷാര പ്രസന്റ് ചെയ്യട്ടെ. ഓക്കെ തുഷാര, ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ.
So good afternoon all. So today my topic is about sustainable transportation. Okay. So sustainability എന്താണെന്ന് നമുക്കറിയാം, അതേപോലെ ട്രാൻസ്പോർട്ടേഷനും എന്താണെന്ന് അറിയാം. So let's have a look on what exactly sustainable transportation is. So sustainable transportation is a human transportation that does not rely on fossil fuels or other finite resources and does not harm the environment and still allow mankind to travel the world as quickly and safely. അതായത് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാല് ഹ്യൂമൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ദാറ്റ് ഡസ് നോട്ട് റിലേ മീൻസ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതായത് ആശ്രയിക്കുന്നില്ല എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ കൺവേ ചെയ്യുന്നത്. ഓക്കെ, ഫോസിൽ ഫ്യൂൽസിനോ അല്ലെ മറ്റ് ഫൈനൈറ്റ് റിസോഴ്സസിനെയോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എൻവയൺമെന്റിന് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കുന്നില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് വേൾഡിൽ എവിടെ വേണ്ടെങ്കിലും പോവും കൂടി ചെയ്യാം. ഓക്കെ, ആസ് ക്വിക്ലി ആൻഡ് സേഫ്ലി. And അതിന്റെ എക്സാമ്പിൾസ് ആണ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷന്റെ എക്സാമ്പിൾസ് ആണ് വാക്കിംഗ്, സൈക്ലിംഗ്, ട്രാൻസിറ്റ്, കാർ ഷെയറിംഗ് ആൻഡ് ഗ്രീൻ വെഹിക്കിൾസ്. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇമ്പാക്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ ഓൺ സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അപ്പൊ അത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് 3 പോയിന്റ്സ് ആയിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് എൻവയൺമെന്റൽ ഡയമെൻഷൻ, സെക്കൻഡ് വൺ ഈസ് അബൌട്ട് എക്കോണമിക് ഡയമെൻഷൻ ആൻഡ് തേർഡ് വൺ ഈസ് അബൌട്ട് സോഷ്യൽ ഡയമെൻഷൻ. സോ ഫസ്റ്റ് നമുക്ക് എൻവയൺമെന്റൽ ഡയമെൻഷനിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതിൽ പറയുന്നത് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, ക്ലൈമാറ്റിക് ചേഞ്ച്, ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഡിപ്ലീഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഇതിലുള്ള ഓരോ പോയിന്റ്സിലും പറയുന്നത് വെഹിക്കിൾസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പൊ എയർ പൊല്യൂഷന്റെ കേസ് എടുക്കുക. ഇൻ വെഹിക്കിൾസ് കമ്പഷൻ നടക്കുമ്പോൾ അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ടാവും. ഓക്കെ, അതാണ് എയർ പൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുക. ആൻഡ് വാട്ടർ പൊല്യൂഷന്റെ കേസിൽ ഓട്ടോമൊബൈൽ സർവീസ് സ്റ്റേഷൻസിനൊക്കെ ഈ വേസ്റ്റ് എങ്ങോട്ടേക്ക് ഡംപ് ചെയ്യും? വാട്ടറിലേക്ക് ഡംപ് ചെയ്യും. ആസ് എ റിസൾട്ട് ഡിസോൾവ്ഡ് ഓക്സിജൻ ആയിരിക്കും, വെള്ളത്തിലുള്ള ഓക്സിജൻ കണ്ടന്റ് കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അക്വാറ്റിക് ലൈഫിന് എന്ത് സംഭവിക്കും? അവരുടെ ലൈഫിന് വലിയൊരു ത്രെട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അബൌട്ട് നോയിസ് പൊല്യൂഷൻ. നോയിസ് പൊല്യൂഷൻ മീൻസ് ഇറ്റ്സ് ഇറിറ്റേഷൻ. നോയിസ് തന്നെ പറഞ്ഞാൽ എന്താ? അൺവാണ്ടഡ് സൗണ്ട് എഫക്ട്സ് ആണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ഇയറിന് ഡാമേജ് വരും. എപ്പോൾ ഗ്രേറ്റർ ദാൻ 90 ഡെസിബിൾസ് ആകുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ഇയറിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഓട്ടോമൊബൈൽസ് എന്നൊക്കെ വരുന്ന സൗണ്ട് അറൌണ്ട് 80 ഡെസിബിൾസ് ഉണ്ടാവും, അതായത് ഓൾമോസ്റ്റ് 90 തന്നെ എത്തി. അപ്പം ഇറ്റ് ലീഡ്സ് ടു എ ബാഡ് ഇമ്പാക്ട് ഓൺ അവർ ഹെൽത്ത്. അതാണ് നോയിസ് പൊല്യൂഷന്റെ കേസ് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് അബൌട്ട് ക്ലൈമാറ്റിക് ചേഞ്ച്. ക്ലൈമാറ്റിക് ചേഞ്ചിൽ പറയുന്നതെന്ന് വെച്ചാൽ transportation sector is responsible for 24% of world energy related greenhouse gas emissions. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ആര്? ഈ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ. അപ്പൊ ഈ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് എന്തിനു ബാധിക്കും? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ ബാധിക്കും. അങ്ങനെയാകുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും ആൻഡ് ആസ് എ റിസൾട്ട് ക്ലൈമാറ്റിക് ചേഞ്ച് വിൽ ഓൾസോ ഓക്കർ. അതാണ് ക്ലൈമാറ്റിക് ചേഞ്ചിൽ പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഹാബിറ്ററ്റ് ലോസ്. ഹാബിറ്ററ്റ് ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫോറസ്റ്റ്, അത് കഴിഞ്ഞിട്ടായിരിക്കും എന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ആ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും. അപ്പൊ എനിക്ക് ഡെയിലി അവിടെ പോകണം. അപ്പൊ ഫോറസ്റ്റ് ആണ്, പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഫോറസ്റ്റ് ഒക്കെ അവിടെ വാനിഷ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു റോഡ് അവിടെ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഡീഫോറസ്റ്റേഷൻ നടക്കും. കാരണം കുറെ ട്രീസ് ഒക്കെ കട്ട് ചെയ്ത് അവിടെ ഡീഫോറസ്റ്റേഷൻ നടക്കും. ഡീഫോറസ്റ്റേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആനിമൽസ്, ബേർഡ്സ്, അവരുടെ ലൈഫിനൊക്കെ എന്ത് പറ്റും? അവരുടെ ലൈഫ് അവിടുന്ന് ഇതാവും. അതാണ് ഹാബിറ്ററ്റ് ലോസ്. അതായത് അവർക്ക് അവിടെ പിന്നെ ജീവിക്കേണ്ട ഒരു ഇതില്ല. കാരണം ഫോറസ്റ്റിൽ ജീവിക്കുന്ന കുറെ ഈ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ലൈഫിന് അതൊരു ത്രെട്ട് ആയിട്ട് മാറും. ഇനി ലാസ്റ്റ് വൺ ഇസ് അബൌട്ട് ഡിപ്ലീഷൻ ഓഫ് നോൺ റിന്യൂവബിൾ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അൺസസ്റ്റൈനബിൾ ആണ്. ഓക്കെ, അപ്പൊ അൺസസ്റ്റൈനബിൾ കൊണ്ട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിനെയാണ്. അപ്പം ഇങ്ങനൊരു ട്രെൻഡാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെങ്കിൽ നമ്മളുടെ ഈ ഒരു ഇത് ബിയോണ്ട് 2050 അതിന്റെ അപ്പുറം പോവില്ല. കാരണം നമ്മൾ അത്രക്കും മാക്സിമം മിസ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ എൻവയൺമെന്റിന് വേണ്ടിയിട്ട്. അങ്ങനെ യാതൊരു വിധ ഇതും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ അതാണ് ഡിപ്ലീഷൻ ഓഫ് നോൺ റിന്യൂവബിൾ സോഴ്സസ് കൊണ്ട് പറയുന്നത്. വൺ ഈസ് അബൌട്ട് എക്കോണമിക് ഡയമെൻഷൻസ്. ഇവിടെ എക്കോണമിക് ഡയമെൻഷൻസിൽ ഫസ്റ്റ് കൊടുത്തത് ട്രാഫിക് കൺജഷൻ ആണ്. കൺജഷൻ എന്ന മീനിങ് കൺവേ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഫോർ എക്സാമ്പിൾ
ഇപ്പൊ ഒരു 5 ആള് പോകേണ്ട ഒരു കാറിൽ ഞാനൊരു 10 ആളെ കൊണ്ടുപോയി നിറച്ചു കഴിഞ്ഞാൽ അവിടെ കൺജസ്റ്റഡ് ആവും. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ റോഡിലും നടക്കുന്നത്. ഇപ്പൊ ഓരോ വീട്ടിൽ തന്നെ എല്ലാ വീട്ടിലും ഇപ്പൊ വണ്ടികളുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ആ വണ്ടി എടുത്ത് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രാഫിക് എന്നൊരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ വണ്ടിയുടെ സ്പീഡ് റെഡ്യൂസ് ആവും. സ്പീഡ് റെഡ്യൂസ് ആകുമ്പോൾ ഫ്യൂവൽ വേസ്റ്റേജ് കൂടും ആൻഡ് ഓൾസോ എമിഷൻസും കൂടും. അങ്ങനെ കൂടുമ്പോൾ അത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ അത് മോശമായിട്ട് ബാധിക്കും. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് അബൌട്ട് മൊബിലിറ്റി ബാരിയേഴ്സ്. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ തടസ്സം എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഒബ്സ്റ്റേക്കിൾ ആണ്. ട്രാവലിംഗിന്റെ കേസിൽ ഒരു ഒബ്സ്റ്റേക്കിൾസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഷോപ്പിംഗ് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനി ഉണ്ടാവും, ഇന്ന സ്ഥലം പോകണം. അങ്ങനെ പോകുമ്പോൾ, അതായത് ഇപ്പൊ 10 മണിക്കാണ് ഒരു മീറ്റിംഗ് എങ്കിൽ അങ്ങനെ പോകുന്നതാണ്. അപ്പൊ പെട്ടെന്ന് അവിടെ റാലീസോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റോ, അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് നടത്തുന്ന മീറ്റിംഗ്സോ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ പറ്റൂല. കാരണം അവരവിടെ ഒരു ബാരിയേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് മൊബിലിറ്റി ബാരിയേഴ്സ് കൊണ്ട് പറയുന്നത്. ആൻഡ് തേർഡ് ഈസ് അബൌട്ട് ആക്സിഡൻസ്. ആക്സിഡൻസിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല, ബിക്കോസ് ഡെയിലി ആക്സിഡൻസ് നടക്കുന്നുണ്ട്. WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തത് ഡെയിലി നിയർലി 2 lakh ആക്സിഡൻസ് അല്ലെ പീപ്പിൾ ആർ ലോസിങ് ദർ ലൈഫ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് വൺ, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കോസ്റ്റും കൺസ്യൂമർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും. അത് പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ ഇപ്പം ഒരു 5 കൊല്ലം മുമ്പ് മിനിമം റുപ്പീസ് ഇപ്പൊ ഒരു 5 rupees ആണ് ബസ് ഫെയർ എങ്കിൽ അത് ഏതിനെ വെച്ചാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പെട്രോളിന്റെയോ അല്ലെ ഡീസലിന്റെ ഒക്കെ പൈസക്ക് അനുസരിച്ചിട്ടായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെ ഫെയർ അവര് ഇത്ര എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കുന്നുണ്ടാവാം. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ 5 കൊല്ലം മുമ്പുള്ള കാര്യമായിരിക്കില്ല. ഇപ്പൊ ഫ്യൂവലിന്റെ പൈസ കൂടും, അതിനനുസരിച്ച് എന്താ ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റും കൂടും. ഓക്കെ, അതായത് നമുക്കിപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ കുറെ ദൂരമാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും പോകും. അതാണ് ഈ എക്കോണമിക് ഡയമെൻഷനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. സോ ദ തേർഡ് വൺ ഈസ് അബൌട്ട് സോഷ്യൽ ഡയമെൻഷൻ. സോഷ്യൽ ഡയമെൻഷനിൽ വരുന്നത് ഇൻഇക്വാലിറ്റി ഓഫ് ഇമ്പാക്ട്. അതായത് ഇപ്പം പെട്ടെന്നായിരിക്കും ഫ്യൂവൽസിന്റെ പ്രൈസസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ പേയിങ് ടോൾ ചാർജസ് ഒക്കെ ഉണ്ട്, അതായത് ഹൈവേസിലൊക്കെ പോളിംഗ് ഇത് ബൂത്ത് ഒക്കെ ഉണ്ട്. അപ്പം അവര് പൈസ എവിടുന്ന് വാങ്ങിക്കും. അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇത് മെയിൻലി എഫക്ട് ചെയ്യുന്നത് പുവർ പീപ്പിളിനെയാണ്. ഓക്കെ, റാദർ ദാൻ റിച്ച്, പുവർ പീപ്പിളിനെ ഇത് മോശമായിട്ട് എഫക്ട് ചെയ്യും. അതാണ് അവിടെ ഒരു ഇൻഇക്വാലിറ്റി ഓഫ് ഇമ്പാക്ട്സ് കൊണ്ട് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് അബൌട്ട് മൊബിലിറ്റി ഡിസ്അഡ്വാൻറ്റേജ്. മൊബിലിറ്റി ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലോ, റെയിൽവേ ട്രാക്കിന്റെ ചുറ്റുവട്ടും എന്തുണ്ട്, വീടുകളുണ്ട്. അപ്പം ഞാനിപ്പം റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. പക്ഷെ ഇപ്പോൾ 10 o'clock എനിക്ക് അവിടെ റീച്ച് ചെയ്യണമെങ്കിൽ പറ്റൂല. 10 o'clock തന്നെ എന്ത് പറ്റും, ഈ റെയിൽവേ ട്രെയിന് പോകുന്ന ടൈമാണ്. അപ്പൊ എന്റെ അവിടെ ടൈം വേസ്റ്റ് ആകുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും 10 o'clock അവിടെ എനിക്ക് എത്തണം. പക്ഷെ എനിക്ക് എത്താൻ പറ്റൂല, കാരണം അവിടെ എന്താണ് ഒരു ബാരിയർ ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നത്, ഈ റെയിൽവേ ട്രാക്ക് ആക്ട് ചെയ്യുന്നത്. സോ എനിക്ക് വേറെ ഏതെങ്കിലും വഴിയിലോ വെച്ചിട്ട് എനിക്ക് കുറെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് അപ്പുറത്തെത്താം. അപ്പൊ ഇവിടെ എന്തൊക്കെ എനിക്ക് നഷ്ടം വരുന്നത്, എന്റെ ടൈം അവിടെ പോകുന്നു, അറ്റ് ദ സെയിം ടൈം മൈ മണി എല്ലാം എനിക്ക് വേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതാണ് മൊബിലിറ്റി ഡിസ്അഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് അബൌട്ട് ഹ്യൂമൻ ഹെൽത്ത് ഇമ്പാക്ട്. ഹ്യൂമൻ ഹെൽത്ത് ഇമ്പാക്ട് മീൻസ് ഇപ്പം വെഹിക്കിൾസിന്റെ എണ്ണം കൂടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഓരോ ആൾക്കാർക്ക് വെച്ച് ഒരു വീട്ടിൽ തന്നെ ഇപ്പം കുറെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പം ഓരോ ആൾക്കാർക്ക് വെച്ച് വണ്ടിയൊക്കെ കൂടുമ്പോൾ എന്താണ്, റോഡില് നമ്പർ ഓഫ് വെഹിക്കിൾസിന്റെ എമൗണ്ട് കൂടും. അങ്ങനെ ആകുമ്പോൾ അവിടെയുള്ള ട്രാഫിക് പോലീസ്മാൻ അയാളുടെ ഹെൽത്തിന് അത് ബാധിക്കും. അറ്റ് ദ സെയിം ടൈം റോഡിലുള്ള ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ടാവും. ആൻഡ് ഇപ്പൊ റോഡ് സൈഡിൽ വീടുള്ള ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവും. കാരണം പൊടി അത് ഇതൊക്കെ അടിച്ചിട്ട് അവരുടെയൊക്കെ ഹെൽത്തിനെ അത് ബാധിക്കും. അവരൊക്കെ എന്താ പറയുക, ശ്വസിക്കുന്നത് ബാഡ് ഇമ്പ്യൂരിറ്റീസ് പറഞ്ഞിട്ടുള്ള എയർസ് ആണ്. ഓക്കെ, അതാണ് അതുകൊണ്ട് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് അബൌട്ട് കമ്മ്യൂണിറ്റി ഇന്ററാക്ഷൻസ്. കമ്മ്യൂണിറ്റി ഇന്ററാക്ഷൻസ് റെഫേഴ്സ് ടു, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഏരിയ, ആ ഏരിയയിൽ വലിയൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ഒന്നുമില്ല. കാരണം ഒരു വീട് കഴിഞ്ഞാൽ ഒരു 5 kilometer ആയിട്ടായിരിക്കും അടുത്ത വീട് ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ എന്താ, ആൾക്കാർക്ക് തമ്മിലൊരു ഇന്ററാക്റ്റീവ് സെഷൻസോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് അതുകൊണ്ട് പറയുന്നത്. ദെൻ എസ്തെറ്റിക്സ് കൊണ്ട് മീൻ ചെയ്യുന്ന എന്താ വെച്ചാൽ, ഇഫ് എംബസിസ് ഇസ് നോട്ട് ഗിവൺ ടു പ്രോപ്പർ ലാൻഡ് യൂസ് പ്ലാനിങ്. ഫോർ എക്സാമ്പിൾ ഈ ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഫ്ലൈ ഓവർ, മെട്രോ ഓർ റോഡ് കൺസ്ട്രക്റ്റഡ്, ഇതൊക്കെ ഒരു പ്രോപ്പർ വേയിലല്ല നമ്മൾ പ്ലാൻ ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ, അതായത് പ്രോപ്പർ വേയിലല്ലെങ്കിൽ എന്ത് സംഭവിക്കും,
നമ്മുടെ ലോക്കൽ എൻവയൺമെന്റിന്റെ എസ്തെറ്റിക്സിനെ അത് ബാധിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെഷൻ. സോ നെക്സ്റ്റ് ഇറ്റ്സ് അബൌട്ട് സ്ട്രാറ്റജീസ് ഫോർ അച്ചീവിംഗ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് അബൌട്ട് എൻകറേജിംഗ് വാക്കിംഗ് കൾച്ചർ. ഇത് വെറുതെ അതായത് സൈക്കിൾ ചെയ്യുക, വാക്ക് ചെയ്യുക, എൻവയൺമെന്റ് ഇത് നല്ലതാക്കുക എന്നല്ല, നമുക്ക് പേഴ്സണലി നമ്മളെ ഹെൽത്തിനും അത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ എന്താ പറയാ, മാക്സിമം നമ്മൾ വാക്കിംഗ് കൾച്ചർ തന്നെ എടുക്കുക. ഇപ്പം ഒരു അടുത്താണ് പോണെങ്കിൽ പോലും നമ്മളിപ്പോ വണ്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല, നടന്നു പോയാലും നമുക്ക് നമ്മളെ കാര്യം അവിടെ നടക്കും. അപ്പം സെക്കൻഡ് വൺ ഇസ് അബൌട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. അതായത് ഇപ്പൊ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കിപ്പം എല്ലാവർക്കും ഒരു ഡെസ്റ്റിനേഷൻ സെയിം ആയിരിക്കും. ഇപ്പൊ 50 ആൾക്കാർ പോകുന്ന ഒരു ബസ്സാണെങ്കിൽ എല്ലാവർക്കും അതിൽ പോയാൽ മതി. പക്ഷെ 50 ആൾക്കാർ 50 ആളെ കാർ എടുത്തിട്ടേ പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? പൊല്യൂഷന്റെ ഒക്കെ ഇമ്പാക്ട് വളരെ കൂടുതലായിരിക്കും. അപ്പൊ എല്ലാവരും തമ്മിലൊരു കോപ്പറേഷനും നല്ലൊരു ഇതിൽ എല്ലാവർക്കും കൂടി സെയിം ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ അവിടെ സ്വീകരിക്കാം. അപ്പം പൊല്യൂഷന്റെ ലെവല് കുറച്ച് കുറയും. പിന്നെ ഈ ഗ്രീൻ വെഹിക്കിൾസ് യൂസ് ചെയ്യുക. ഗ്രീൻ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഫ്യൂൽസിലൊക്കെ ഓടുന്ന വണ്ടികളാണ്. അതായത് ബയോഡീസൽ അല്ലെ ഹൈഡ്രജൻ, എത്തനോൾ അതൊക്കെ വെച്ചിട്ടുള്ള വണ്ടികളാണ് ഗ്രീൻ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ലെസ് ഹാംഫുൾ ഇമ്പാക്ട്സ് എൻവയൺമെന്റിന് കൊടുക്കും ആസ് കമ്പയർഡ് ടു ഏത് കൺവെൻഷണൽ വെഹിക്കിൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ആയിട്ടുള്ള ഇമ്പാക്റ്റേ കൊടുക്കും. ഇനി നെക്സ്റ്റ് ഇസ് അബൌട്ട് എൻകറേജിങ്. എൻകറേജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ നെയ്ബർക്കും എനിക്കും ഒരേ സ്ഥലത്താണ് പോകേണ്ടത്. ഇപ്പൊ രണ്ടാളും വണ്ടി എടുത്ത് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കാർ ഷെയറിങ് അല്ലെ കാർ പൂളിംഗ് എന്നും കൂടി അതിന് പറയും. ഓക്കെ, അതായത് ജസ്റ്റ് ഷെയർ ചെയ്യാം, അതാണ് എൻകറേജിങ് കൊണ്ട് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡെവലപ്പിംഗ് ആൻഡ് എഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചർ with vehicular population and that also reduces both fuel consumption and air pollution. ഇതൊക്കെ സെയിം കാര്യങ്ങളാണ്. എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പൊല്യൂഷൻ കുറക്കുക എന്നുള്ളതാണ്. അതിന്റെ പല പല അച്ചീവിങ് സ്ട്രാറ്റജീസ് ആണ് ഇവിടെ ഞാൻ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് അബൌട്ട് യൂസ് ഓഫ് ഹൈബ്രിഡ് വെഹിക്കിൾസ്. ഹൈബ്രിഡ് വെഹിക്കിൾസ് യൂസ് ചെയ്യുക. അതായത് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് റൺസ് ഓൺ 2 types ഓഫ് ഫ്യൂൽസ്. അതായത് കൺവെൻഷണൽ ഉണ്ടാവും, അതേപോലെ റിന്യൂവബിൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പെട്രോൾ ആൻഡ് ഇലക്ട്രിക്. അങ്ങനെ പോകുമ്പോൾ അത് എഫിഷ്യൻസി കൂട്ടും ബൈ ആസ് മച്ച് ആസ് 50% വിത്ത് കൺസിഡറബിൾ റിഡക്ഷൻ ഇൻ എമിഷൻസ് ആസ് വെൽ. അതാണ് അതുകൊണ്ട് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് ഡെവലപ്പിംഗ് എ ലോങ് ടേം സ്ട്രാറ്റജിക് വിഷൻ ആണ്. നമുക്ക് ഇത്രയും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു എൻവയൺമെന്റ് ഒക്കെ വേണം. അപ്പൊ നമ്മളുടെ വിഷൻ എന്തായിരിക്കണം? അത്രയും ലോങ് ടേം ആയിട്ടുള്ള ഒരു വിഷൻ ആയിരിക്കണം. അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. പെട്ടെന്നൊരു ഇതിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോ ആൾക്കാരെ വിചാരിച്ചിട്ട് എല്ലാവരുടെയും ഒരു ആസ് എൻ എന്താ പറയാ ഇന്ത്യൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റിസൺ എന്നൊരു രീതിയിൽ നമ്മളുടെ നേച്ചറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ബിക്കോസ് നേച്ചർ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം. അതാണ് ഡെവലപ്പിംഗ് ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് വിഷൻ കൊണ്ട് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അബൌട്ട് പീരിയോഡിക് സർവീസ് ആൻഡ് മെയിൻ്റെനൻസ്. അതായത് നമ്മളുടെ വെഹിക്കിൾസിന്റെ എഫിഷ്യൻസി ഒക്കെ എന്ത് ചെയ്യാം? കൂട്ടാം. അതായത് നമ്മൾ പീരിയോഡിക്കലി അതിനെ സർവീസിൽ കൊടുത്തിട്ടും മെയിൻ്റെനൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് ആക്കിയാൽ നമുക്ക് എന്താ ഇതിന്റെ എഫിഷ്യൻസി കൂടും. അപ്പം എന്ത് സംഭവിക്കും? പൊല്യൂഷൻസും കാര്യങ്ങളും അതിലും കുറച്ച് അളവിന് കുറച്ച് കുറവുണ്ടാവും. ഓക്കെ, അതായത് ലേറ്റസ്റ്റ് ഇപ്പൊ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പിംഗ് ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള അഡ്വാൻസ് ടെക്നോളജി വെച്ചിട്ട് വണ്ടിയൊക്കെ ഇപ്പോൾ നല്ല കണ്ടീഷനിലായിരിക്കണം. ഓക്കെ, അതാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ് മൈ ടോപ്പിക്. ദാറ്റ് ഈസ് ഇതിൽ പറഞ്ഞത് വാട്ട് ഈസ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ. അത് ഐ ഹോപ്പ് യു ഗൈസ് ഗെറ്റ് ഇറ്റ്. ആൻഡ് സെക്കൻഡ് ഈസ് അബൌട്ട് അതിന്റെ ഇമ്പാക്ട് ആണ് പറഞ്ഞത്. അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു: എൻവയൺമെന്റ്, എക്കോണമിക് ആൻഡ് സോഷ്യൽ. പിന്നെ അതിലുള്ള പോയിന്റ്സ് അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പോയിന്റ് തന്നെയാണ്. അപ്പൊ അത് വെച്ച് ഇലോബറേറ്റ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് ഈസ് അബൌട്ട് സ്ട്രാറ്റജീസ് പറഞ്ഞു. ഓക്കെ, അതും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഓക്കെ, താങ്ക് യു തുഷാര. നെക്സ്റ്റ് ടോപ്പിക് തരുന്നത് അഭിജിത്തിനാണ് കേട്ടോ. അതായത് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക് തരുന്നത് അഭിജിത്തിനാണ് കേട്ടോ. അഭിജിത്ത് ഇവിടെ കാണുന്നില്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ?
തുഷാര നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു.